ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 23-ാം വാക്യം. റോമർ 6:23. പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിൻ്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിൻ്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. വലിയൊരു നോമ്പുകാലത്തിൻ്റെ അനുഭവത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നോമ്പുകാലം നമ്മെ ആത്മപരിശോധനയിലേക്കും ദൈവസന്നിധിയിലേക്കും അടുത്തു കൊണ്ടുവരുന്നു. വിശുദ്ധ കാലമാണ്. മരുഭൂമിയിൽ ഇസ്രായേൽ ജനത്തെ ദൈവം കൂടാരത്തിൽ പാർപ്പിച്ചതുപോലെ നമ്മുടെ ജീവിത പ്രയാസങ്ങളിലും ദുഃഖങ്ങളിലും ദൈവം നമ്മെ തൻ്റെ രക്ഷയുടെ കൂടാരത്തിൽ സംരക്ഷിക്കുന്നു. പാപം എന്ന അനുഭവത്തിൽ നിന്ന് മാറി നിത്യജീവൻ എപ്രകാരം പ്രാപിക്കാമെന്ന് വചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നു. യോഹന്നാന്റെ പുസ്തകത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. പുത്രനെ വിശ്വസിക്കുന്നവനെ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അപ്രകാരം ദൈവം നമ്മളെ സ്നേഹിച്ചതുപോലെ നമുക്കും ദൈവത്തെ സ്നേഹിക്കുവാൻ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടുകൂടെ അവനെ സ്നേഹിപ്പാനും ആരാധിപ്പാനും നമുക്ക് ഈ ദിനങ്ങളിൽ സാധിക്കണം. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി ഏകജാതനായ പുത്രനെ അവൻ മരണത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു. നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, വേദനകളെ അവൻ ചുമന്നു. നമ്മളോ അവനെ അടിച്ചും ദണ്ഡിപ്പിച്ചും നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം നമുക്ക് വേണ്ടി മുറിവേറ്റും തകർന്നും ഇരിക്കുന്നു. എങ്കിലും അവൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യവും രക്ഷയും നൽകിയിരിക്കുന്നു. വിശ്വാസത്തെക്കുറിച്ച് എബ്രായ പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നു: വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവയുടെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. പ്രത്യാശിക്കുന്നവയുടെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. ഉറപ്പ്, പ്രത്യാശ, സമർപ്പണമുള്ളവരായി ക്രിസ്തുവിൻ്റെ ദാസന്മാരായി തീരാൻ നമുക്ക് സാധിക്കണം. അപ്രകാരം ദൈവത്തിൻ്റെ ദാസന്മാർക്ക് അവൻ രക്ഷയുടെ വഴി കാട്ടിക്കൊടുക്കുന്നു. ഈ 3 വാചകങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വളരെ വില കൊടുക്കണം. ഈ ദിനങ്ങളിൽ നമുക്ക് നമ്മളെ തന്നെ അനീതിയുടെ ആയുധങ്ങളായല്ല, മറിച്ച് നീതിയുടെ ആയുധങ്ങളായി ദൈവത്തിന് സമർപ്പിക്കുവാൻ സാധിക്കണം. പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും അവനിൽ വിശ്വസിച്ച് അവനെ ആരാധിക്കുന്നവരാകണം. അപ്പോഴാണ് രക്ഷ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. ദൈവ സാന്നിധ്യം നമ്മൾ അനുഭവിക്കുമ്പോഴാണ് രക്ഷയുടെ അനുഭവത്തിലേക്ക് നമ്മൾ കടക്കുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നു: ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. നമ്മൾ ഒരിക്കലും പാപത്തിൽ ജനിച്ചവരല്ല, മറിച്ച് ദൈവത്തിൻ്റെ വിശുദ്ധമായ മാനദണ്ഡങ്ങളിൽ നിന്ന് മാറിപ്പോയി അവനെ അനുസരിക്കാതെ നടന്നപ്പോഴാണ് നമ്മൾ പാപത്തിൽ അകപ്പെട്ടത്. ഈ ദിനങ്ങളിലൂടെ നമുക്ക് രക്ഷ ലഭിക്കുവാൻ നമുക്ക് നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. നമ്മൾ മരണത്തിന് അർഹരായിരിക്കുമ്പോഴും ദൈവം തൻ്റെ ദയയാൽ നമുക്ക് നിത്യജീവൻ വാഗ്ദാനം ചെയ്യുന്നു. അത് പ്രാപിപ്പാൻ നമുക്ക് വിശ്വാസം, സമർപ്പണം, പ്രത്യാശ, ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടായിരിക്കണം. ആ രക്ഷയുടെ അനുഭവം നേടാൻ ഈ ദിനങ്ങളിൽ നമുക്ക് നമ്മളെ തന്നെ ദൈവസന്നിധി താഴ്ത്തി സമർപ്പിക്കാം. അതിനായി ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.